എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന് വിജിലൻസിനെ കോടതി ശകാരിച്ചിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണോ അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഈ അന്വേഷണം നടക്കുകയും ചെയ്തത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും സിജു, അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പി.വി. അൻവറിന്റെ ആരോപണത്തിൽ ഈ ഒരു അതായത് ADGPക്കെതിരെ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഹർജി ആദ്യം പരിഗണിക്കുമ്പോൾ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളൊരു മറുപടി വിജിലൻസ് കോടതിക്ക് നൽകിയിരുന്നു. എന്നാൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് അത് സംബന്ധിച്ച് ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ ഉള്ള ശകാരം വിജിലൻസിന് കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. തുടർന്ന് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസ് ഇനി അടുത്ത പരിഗണനയ്ക്ക് വേണ്ടി ഈ മാസം 27-ലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് അത് ഹർജിക്കാരന് കൈമാറുന്നത് പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ് നിലവിലിപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സിജു. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.